മുൻകാലങ്ങളെ അപേക്ഷിച്ച് എറണാകുളം ജില്ലയിൽ ഇത്തവണ കോൺഗ്രസ് വിമതർ കുറഞ്ഞതായി ഡിസിസി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ്. വിമത ശൈലം ഒഴിവാക്കാനുള്ള കൌൺസിലിംഗ് രീതി ഫലപ്രദമായിരുന്നു എന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. അതേസമയം ഉദ്യോഗസ്ഥ സംവിധാനങ്ങളെ മുഴുവൻ ഉപയോഗിച്ചാണ് CPM UDF-നെ നേരിടുന്നതെന്നും ഷിയാസ് ന്യൂസ് 18നോട് പറഞ്ഞു. കൊച്ചി കോർപ്പറേഷനിൽ ഇത്തവണ വലിയ ഭൂരിപക്ഷത്തിൽ തിരിച്ചു വരുമെന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ജില്ലാ കോൺഗ്രസ് നേതൃത്വം. അതിനായി കണ്ട ഒരു പ്രധാന പദ്ധതി എന്ന് പറയുന്നത് വിമതരെ ഒഴിവാക്കുക എന്നതാണ്. അതിനുവേണ്ടിയുള്ള ഒരു DCC പ്രസിഡന്റ് ഭാഷയിൽ പറഞ്ഞാൽ സാന്ത്വന ചികിത്സ അടക്കം കൗൺസിലിംഗ് അടക്കം നൽകുമെന്നായിരുന്നു. നമുക്കൊപ്പം DCC പ്രസിഡന്റ് ശ്രീ മുഹമ്മദ് ഷിയാസ് ചേരുന്നു. എത്രത്തോളം ഫലപ്രദമായിരുന്നു കൗൺസിലിംഗ്? അല്ല, ചരിത്രത്തിലെ ഏറ്റവും നല്ല മികച്ച രീതിയിൽ നടത്തിയ ഒരു സ്ഥാനാർത്ഥി നിർണ്ണയമാണ്. ഏറ്റവും മികച്ച വിജയസാധ്യതയുള്ള ആളുകളാണ് മത്സരിപ്പിക്കുന്നത്. സ്വാഭാവികമായും അത് ഉൾക്കൊള്ളാൻ കഴിയാത്ത ചില ആളുകൾ, വളരെ വിരലെണ്ണാവുന്ന ആളുകൾ മാത്രമാണ് ഇപ്പോൾ റിബലുകളായി വന്നിരിക്കുന്നത്. അപ്പം ഞങ്ങൾ അവരോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം, ഇന്നത്തെ സാമൂഹിക സാഹചര്യം, കോൺഗ്രസിൻ്റെ ഒരു തിരിച്ചുവരവിൻ്റെ ഒരു പ്രസക്തി, അതൊക്കെ ഞങ്ങൾക്ക് ഭൂരിഭാഗം ആളുകളെയും പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. എല്ലാവരെയും പിന്മാറ്റാൻ കഴിയുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അത് DCC പ്രസിഡന്റ് മാത്രമല്ല, MP-യും MLA-മാരും ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള ആളുകൾ അത്തരത്തിലുള്ള ശ്രമങ്ങളിലാണ്. അവർ പിന്മാറുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. തുടക്കത്തിലുള്ള ഈ വലിയൊരു ആത്മവിശ്വാസം ഉണ്ടായി. പിന്നീട് അങ്ങോട്ട് പോകുമ്പോൾ ഈ വിമതർ സ്വന്തം അണികളിൽ നിന്ന് തന്നെ ഉണ്ടാകപ്പെടുമ്പോൾ ഏതെങ്കിലും രീതിയിൽ ഇവർ പറഞ്ഞാൽ നിൽക്കാത്തതാണ്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണങ്ങളൊന്നും തോന്നിയിട്ടുണ്ടോ? അല്ല, പലപ്പോഴും നമുക്കറിയാം, ഒരു തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന നിരവധി ആളുകളുണ്ടാകാം. പക്ഷേ അവർക്കൊന്നും വിജയസാധ്യത ഉണ്ടാകണമെന്നില്ല. സ്വാഭാവികമായും വിജയസാധ്യത ഉള്ള ഒരാളെ തിരഞ്ഞെടുക്കുമ്പോൾ അത്തരത്തിൽ മത്സരിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ച് നിൽക്കുന്ന ആളുകൾക്ക് എങ്ങനെയെങ്കിലും മത്സരിക്കണം എന്നുള്ള രീതിയിൽ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹം കൊണ്ട് മത്സരിക്കുന്ന ആളുകളാണ്. സ്വാഭാവികമായും അത്തരത്തിലുള്ള ആളുകൾ മത്സരിക്കുമ്പോൾ അവരുമായി വ്യക്തി കേന്ദ്രീകൃതമായിട്ടുള്ള ആളുകൾ, അവരുടെ ഇഷ്ടക്കാർ, അവരുടെ കുടുംബക്കാർ, അത്തരത്തിൽ കുറച്ച് വോട്ടുകളാണെങ്കിലും പിടിച്ചാൽ അത് തെരഞ്ഞെടുപ്പിൽ ആ വോട്ടുകൾ ചിലപ്പോൾ ഒരുപക്ഷെ നമ്മുടെ പരാജയത്തിനോ അല്ലെങ്കിൽ നമ്മുടെ ഭൂരിപക്ഷം കുറയാനുള്ള സാഹചര്യങ്ങളുണ്ടാകാം. അത് ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അവർ നന്നായി പ്രവർത്തിക്കുന്നവരാകാം. അപ്പോൾ അവരെ കൂടി ഈ സിസ്റ്റത്തിൻ്റെ ഭാഗമാക്കുക, അവരെ കൂടി തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമാക്കി ആ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിമാരുടെ ഒപ്പം നിർത്തി ഒരുമിച്ച് അവരെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതിനകത്തേക്ക് എല്ലാവരും വരും. ഇപ്പോൾ മത്സരിക്കുന്ന ആളുകളൊക്കെ അത്തരത്തിൽ കോൺഗ്രസിനോട് അങ്ങനെ ഒരു താല്പര്യമുള്ള ആളുകളാണ്. പിൻവലിക്കുന്ന സമയത്തിന് മുന്നോടിയായി തന്നെ അവരെ ഞങ്ങൾക്ക് മാറ്റാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസമാണ്. ഒരു പദ്ധതി വർക്കൗട്ട് ആയെന്ന് തന്നെയാണ്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. ഞങ്ങൾ അവരെ അത് പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവരെ പിന്മാറ്റാൻ കഴിയുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ജില്ലയിൽ വലിയ ഭൂരിപക്ഷമാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇതിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു രാഷ്ട്രീയ ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച് ആ രീതിയിലെല്ലാം തന്നെ വലിയ രീതിയിലൊരു ഇടപെടൽ നടക്കുന്നതായി തന്നെയാണ് പറയുന്നത്. ഇല്ല, 10 വർഷക്കാലത്തെ ഇടതുപക്ഷ സർക്കാരിൻ്റെ ഭരണത്തിന് കീഴിൽ ഉദ്യോഗസ്ഥന്മാർക്കുണ്ടാകുന്ന സ്വാഭാവികമായിട്ടുള്ള അവരുടെ ഒരു രാഷ്ട്രീയ അന്ധത നമ്മുടെ സംസ്ഥാനത്ത്, നമ്മുടെ ജില്ലയിലൊക്കെ ബാധിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത് നിന്നാണ് ഇത്തരത്തിലുള്ള സമീപനങ്ങൾ, തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ ചട്ടങ്ങൾക്കും എതിരായി അവരുടെ സമീപനങ്ങൾ ഉണ്ടാകുന്നത്. ഭരണാധികാരി എന്നുള്ള രീതിയിൽ ഏത് രീതിയിലും അവർക്ക് തീരുമാനമെടുക്കാം എന്നുള്ള രീതിയിൽ തെരഞ്ഞെടുപ്പിൻ്റെ ചട്ടങ്ങളെയെല്ലാം അട്ടിമറിച്ചുകൊണ്ട് ഏകാധിപത്യ രീതിയിലുള്ള ഒരു ശൈലി സ്വീകരിക്കുന്നത് ഒരു ശരിയായ സമീപനമല്ല. അതിനകത്ത് മന്ത്രിമാരുടെ ഇടപെടൽ, അതുപോലെ തന്നെ ജനപ്രതിനിധികളുടെ ഇടപെടൽ ഉണ്ടാകുക എന്ന് പറയുന്നത് തികച്ചും ശിക്ഷാർഹമായിട്ടുള്ള ഒരു പ്രവൃത്തി തന്നെയാണ്. ആ രീതിയിൽ ഒന്നും എറണാകുളം ജില്ലയിലെ കോൺഗ്രസിനെയോ UDF-നെയോ അത്തരത്തിലുള്ള സമീപനങ്ങൾ സ്വീകരിച്ച് ദുർബലപ്പെടുത്താമെന്ന് ആരെങ്കിലുമൊക്കെ മോഹിക്കുന്നുണ്ടെങ്കിൽ അതൊരു വ്യാമോഹം മാത്രമാണ്. ഈ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തോടുകൂടി കോൺഗ്രസ് ഈ ജില്ലയിൽ വിജയിക്കും. പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും ബ്ലോക്ക് പഞ്ചായത്തിലും ജില്ലാ പഞ്ചായത്തിലും കോർപ്പറേഷനിലും ഏറ്റവും വലിയ വിജയമായിരിക്കും UDF-നുണ്ടാകുക. ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ടുള്ള പ്രവർത്തനമാണ്. 1 വർഷക്കാലത്തിലധികമുള്ള മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ, ഞങ്ങളുടെ പ്രവർത്തകരെടുക്കുന്ന ഒരു എഫേർട്ട്, ഞങ്ങളുടെ നേതാക്കന്മാരുടെ ഒരു വലിയ മോണിറ്ററിങ്, അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഒരുപക്ഷെ ചരിത്രത്തിൽ ഇതുവരെ ഇങ്ങനെ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഇങ്ങനൊരു മുന്നൊരുക്കം ഉണ്ടായിട്ടില്ല. അപ്പോൾ ആ മുന്നൊരുക്കത്തിന് ഒരു വലിയ റിസൾട്ട് ഉണ്ടാകും. നിലവിലെ ഇരു സർക്കാരുകൾക്കുമെതിരായിട്ടുള്ള ശക്തമായ ജനവികാരം ഈ നാട്ടിലുണ്ട്.
ഈ ശബരിമലയും സ്വർണ്ണക്കൊള്ളയും അതുപോലെ മുഖ്യമന്ത്രിയുടെ കുടുംബം കേന്ദ്രീകരിച്ച് നടക്കുന്ന അഴിമതിയും ഉൾപ്പെടെ ഇത് ജനങ്ങൾ മുഴുവൻ ചർച്ച ചെയ്യുകയാണ്. ഈ സർക്കാരിന് താഴെ ഇറക്കാൻ കിട്ടിയിരിക്കുന്ന ഒരവസരം എന്നുള്ള രീതിയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ പോലും ജനം കാണുന്നു എന്നുള്ളതാണ് ഗ്രൗണ്ടിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. എന്തായാലും വലിയ രീതിയിലുള്ളൊരു വിജയം തന്നെയാണ് അദ്ദേഹം ജില്ലയിൽ കോൺഗ്രസിന് പ്രതീക്ഷിക്കുന്നത്, UDF പ്രതീക്ഷിക്കുന്നത്. രാഷ്ട്രീയ കാരണങ്ങളെല്ലാം തന്നെ അതിന് ഗുണകരമാകുമെന്ന് അദ്ദേഹം പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ഒപ്പം ഈ വിമതരെ ഒഴിവാക്കാൻ പ്രയോഗിച്ച ഈ കൗൺസിലിംഗ് സമ്പ്രദായം ഇത് ഗുണകരമായി എന്ന് തന്നെയാണ് DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് പറയുന്നത്. ക്യാമറമാൻ KP ധനേഷിനൊപ്പം ടാനി പോൾ, News 18 കൊച്ചി.